ബർത്ത്ഡേ ആണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആരിസ് മൈ നന്ദ. സോ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ജൂലൈ 24, 2003 ഞാൻ ജനിച്ചത്. ആ ഒരു ബർത്ത്ഡേ എക്സൈറ്റ്മെൻറ്റോ സന്തോഷമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല എനിക്കുള്ളത്. 5 കൊല്ലത്തിന് ശേഷമാണ് ഈ ബർത്ത്ഡേ ദിവസം എൻ്റെ വീട്ടിലുണ്ടാവുന്നത്. ഹിമാചലിലാണെങ്കിൽ കറക്റ്റ് ജൂലൈയിൽ ഞാൻ വീട്ടിലുണ്ടാവും. 2021 ആ ഒരു ടൈമിൽ ഞാൻ ട്രെയിനിൽ കയറി പോകും. അതേപോലെ 18 വയസ്സ് തൊട്ട് ഞാൻ ഹോസ്റ്റലിലാണ്. ഇപ്പോൾ 18ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ, 19 ഒക്കെ ഞാൻ ഹോസ്റ്റലിലാണ് ആഘോഷിച്ചത്. എക്സെപ്റ്റ് 20ക്ക് എന്തോ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ അമ്മമ്മേൻ്റെ വാർഷികപ്പോളത്ത് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വേറെ സെലിബ്രേഷനൊന്നുമില്ല. അമ്മേൻ്റെ അടുത്ത് പായസം ഉണ്ടാക്കാൻ പറയും. ആ പായസമാണ് എൻ്റെ ഹാപ്പിനെസ് ആൻഡ് എനിക്ക് കിട്ടുന്ന അന്നത്തെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. 18ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആണ് എനിക്ക് അത്രയും സർപ്രൈസ് കിട്ടിയത്. ബിക്കോസ് എൻ്റെ ചേച്ചി, ഞാൻ പഠിക്കുന്ന കോളേജ് ഒരു ഗ്രാമപ്രദേശം, അവിടെ അങ്ങനെ കേക്കൊന്നും കിട്ടൂല. എന്നാലും എൻ്റെ ചേച്ചി അന്നത്തെ ദിവസം എനിക്ക് കേക്ക് തന്നു. ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരാൾ ഇത്രയും എഫേർട്ട് ഇട്ട് തരുന്നത് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ദിവസമാണ് അത്. ഇതാ എൻ്റെ 23ാമത്തെ പിറന്നാളാകാൻ പോവാം. നാളെ എന്തൊക്കെയാണ് എനിക്ക് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അതേപോലെ അമ്മേൻ്റെ പായസം കിട്ടിയ കൊള്ളാമെന്നുണ്ട്. നോക്കാം നമുക്ക് നാളത്തെ ദിവസം എങ്ങനെയാണെന്ന്. എനിക്കൊന്ന് വ്ളോഗ് എടുക്കണം തോന്നിയതുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് മൈ 23 വയസ്സിൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. സോ ഗായ്സ്, ഞാനും അമ്മയും കൂടി ഇത് അമ്പലത്തിലേക്ക് പോവാണ്. രാവിലെ നല്ല കോരിച്ചൊരിയുന്ന മഴ, ഇപ്പോഴും ആകാശം ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്നുണ്ട്, പൊട്ടും എന്ന് പറഞ്ഞിട്ട്. അമ്പലത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ നാളായി ഞാൻ ഈ ഒരു വഴിയിലൂടെയൊക്കെ പോയിട്ട്. എൻ്റെ അമ്പലത്തിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് അവിടുത്തെ ക്ഷറയാണ്. അവിടുന്ന് കാലൊക്കെ കഴുകി ഞങ്ങളിത് അകത്ത് കയറി തൊഴാൻ പോവാം. അണിയാരം മഹാശിവക്ഷേത്രത്തിലാണ് പോയത്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ ഇത്. ഓം നമ ശിവായ കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമല്ലേ. ഞാനും അമ്മയും അകത്ത് തൊഴുന്നതിന് ശേഷം പുറത്ത് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കർക്കിടക മാസത്തിൽ വെക്കുന്ന കർക്കിടക കഞ്ഞിയായിരുന്നു. ഈ ഒരു ഡ്രസ്സ് എൻ്റെ അമ്മ തന്നെ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും അമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് തരാറ്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് മഴ പെയ്യുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നൊരു ക്യാരറ്റ് വറവ് ഉണ്ടാക്കാമെന്ന്. സദ്യയായിട്ടും ഒന്നല്ല, സാധാരണ എല്ലാ ദിവസവും എന്താണോ ഫുഡിനുണ്ടാവുക അതേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് സദ്യയോ കാര്യങ്ങളൊന്നും അല്ല. എപ്പം മുറിച്ചാലും ഞാൻ കരയും. അതേപോലെ ഇത്തവണയും കരഞ്ഞു. ഞാൻ ഇടയ്ക്ക് ചക്ക കിട്ടിയപ്പോൾ അതും കഴിക്കുന്നുണ്ട്. ക്യാരറ്റ് വറവൊക്കെ ഉണ്ടാക്കി. ഇടയ്ക്ക് പുറത്ത് പോയപ്പോൾ കാണാം ഇന്നലെ കൃഷ്ണത്തൊട്ടിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ കാരണം കാണാൻ പറ്റിയില്ല. അതിങ്ങനെ അടഞ്ഞു നിൽക്കുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ചോറ്, ക്യാരറ്റ് വറവ്, മീൻ കറിയൊക്കെയാണ്. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അമ്മനോട് വർത്തനം പറഞ്ഞത് ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചതും ബോബു ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കുറച്ച് ചോറിട്ട് കൊടുത്തു. അവനല്ല, അവൾക്ക് ചോറിട്ട് കൊടുത്തു. ആൻഡ് ഞാൻ വേഗം റെഡിയായിട്ട് തലശ്ശേരിയിലേക്ക് പോവാണ്. ഒറ്റക്കല്ല, ഫ്രണ്ട്സ് വരുന്നുണ്ട്. നിവ കണ്ണൂരിൽ നിന്ന് എത്തണം, അത് തലശ്ശേരിയിലുണ്ടാവും. അങ്ങനെ ഞാനും അതും കൂടെ കോട്ടയിലേക്ക് പോയി. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടും നിവനെ കാണുന്നില്ല. കോട്ട പൂട്ടേണ്ട സമയമായിട്ട് ആളെത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ സൈഡിലുള്ള കടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോണ്ടേടാ ഒരാൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നു. എല്ലാവരും കൂടിയിട്ട് എനിക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് തന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മുഖത്തെ ഒരു സന്തോഷം. നമ്മളിതുവരെ അങ്ങനെ ശീലമില്ലാത്തോണ്ട് ഹാപ്പി ബർത്ത്ഡേ PR. കേക്കിൽ പേരെഴുതുന്ന നാളില്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പേരെഴുതിയത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു മൊമെൻറ്റിലായിരുന്നു ഉള്ളത്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇവരെനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരുക്കുന്നുള്ളത്. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് മലബാറിലേക്കാണ്. നമ്മൾ +1 +2ൻ്റെ കുറേ ഓർമ്മകളൊക്കെ അയവിറക്കി അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ ചിക്കൻ പോളൊക്കെ കഴിച്ച് നേരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി വിട്ടുപോയി. വീട്ടിലെത്തിയതും ഇതേ അമ്മേൻ്റെ വക പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം. അതും കൂടെ കഴിച്ചതും എൻ്റെ ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് ആയി. സോ ദിസ് ഈസ് ഹൗ ഐ സെലിബ്രേറ്റ് മൈ 23rd ബർത്ത്ഡേ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളാണ് ഈ കൊല്ലം എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഇതുപോലത്തെ ഫ്രണ്ട്സിന് എൻ്റെ ലൈഫിൽ കിട്ടിയത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവരെ കൂടി ഇതുപോലെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അമ്മേൻ്റെ പായസം ഒക്കെ കൂടെ എൻ്റെ ഹേർട്ട് നിറഞ്ഞ് കവിഞ്ഞു. ഇറ്റ്സ് ഫുൾ. സോ ഈ ഒരു വ്ളോഗ് അത്രയേ ഉള്ളൂ. ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.